നമ്മുടെ സർക്കാർ 4000 കോടി രൂപ ലോക ചരിത്രത്തിൽ ഖണ്ഡന ഭയം കൂടാതെ പറയാൻ കഴിയും. 4000 കോടി രൂപ സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച് 45,000 സ്മാർട്ട് ക്ലാസ് റൂമുകൾ 140 മണ്ഡലങ്ങളിലും 10 കോടിയും 5 കോടിയും ഓരോ മണ്ഡലത്തിന്റെയും പ്രദേശത്തിന്റെയും ആവശ്യങ്ങൾ റിക്വയർമെന്റ് പരിഗണിച്ചുകൊണ്ട് അമ്പരചുംബികളായ 5 സ്റ്റാർ ഹോട്ടലുകളെ പോലെ, കോർപ്പറേറ്റ് ബിൽഡിങ്ങുകളെ പോലെ വലിയ വലിയ കെട്ടിടങ്ങൾ. ഇപ്പോ നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോ, പഴയ കാലത്ത് നമ്മൾ ഓടി സ്കൂളിലാണ്ട് ചെല്ലുമ്പോ കണക്കിന്റെ പുസ്തകം അദ്റബ് പഠിപ്പിക്കുന്ന കാലത്തെ സ്ഥിതി എന്താ? ബെഞ്ച് ആടും, ഡെസ്ക് കുലുങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് ബാലൻസ് ഒപ്പിക്കാൻ കണക്കിന്റെ പീരീഡ് ആണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയുടെ പുസ്തകം മേശന്റെ അടിയിൽ വെക്കും, ബാലൻസ് റെഡിയാക്കാൻ, ഇത് കാൽമുക്ക് വീഴാതെക്കാൻ. ബയോളജി ആണെങ്കിൽ കെമിസ്ട്രി ആയിരിക്കും താഴെ ഭാരം താങ്ങുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചോർന്നലിക്കുന്ന കെട്ടിടങ്ങൾ. ഇതായിരുന്നില്ല സ്കൂളിന്റെ സ്ഥിതി. എന്നാൽ ഇന്നത്തെ കാലം എന്താ? ഇന്ന് സ്കൂളിലേക്ക് നമ്മൾ ചെല്ലുമ്പോ പഴയ കാലത്തെ പോലെ ചാടി സ്കൂളിലേക്ക് കയറില്ല. നമ്മൾ കുട്ടികളുടെ കൂടെ പൊതുവിദ്യാലയത്തേക്ക് കയറുമ്പോ പള്ളിയിലും ക്ഷേത്രത്തിലുമൊക്കെ കയറുന്ന പോലെ ചെരുപ്പൊന്ന് ഊരി വെച്ചിട്ടേ കയറൂ. കാരണം മാർബിൾ പാകിയ തറകൾ, ഗ്രാനൈറ്റ് പാകിയ തറകൾ, മനോഹരമായ ഹൈജീനിക്കുള്ള ഭോജനശാല, ഹൈജീനിക്കായിട്ടുള്ള ശുചിമുറികൾ. പൊതുവിദ്യാഭ്യാസം എവിടെ എത്തിയെന്ന് നിങ്ങൾ നോക്കണം. 2 സമയങ്ങളിലായി പുസ്തകത്തിന്റെ ഭാരം കുറക്കാൻ 2 സമയങ്ങളിലായി 2 ടേമുകളിലായി പുസ്തകം കൊടുക്കുന്നു. പരീക്ഷ ജൂൺ മാസം റിസൾട്ട് വന്ന്, പരീക്ഷയുടെ റിസൾട്ട് 5ാം ക്ലാസ്സിലെ കുട്ടി 5ാം ക്ലാസ്സിലെ റിസൾട്ടുമായി പോകുമ്പോ 6ാം ക്ലാസ്സിലെ പുസ്തകവുമായിട്ടാണ് വീട്ടിലേക്ക് പോകേണ്ടത്. എത്ര മാറ്റമാണ്! യൂണിഫോം ആദ്യം വന്ന് കെടുക്കുകയാണ്. പല കുട്ടികളും വീടുകളിൽ പോയി യൂണിഫോം 2ാമത് അടിപ്പിക്കുന്നില്ല. ഭക്ഷണം 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന പോലെ. ഹോട്ടൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്കൂളിൽ മെനു പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഒരു ദിവസം ഫ്രൈഡ് റൈസ്, ഒരു ദിവസം ബിരിയാണി, ഒരു ദിവസം മറ്റു നെയ്ച്ചോറ്. ഇവിടെ സംവിധാനം അല്ലേ നമ്മുടെ സ്കൂളുകൾ? ഇവിടെ എല്ലാ സ്കൂളുകളും, ഞങ്ങളിവിടെ വ്യാപകമാണ്. എല്ലാ സ്കൂളുകളിലും നല്ല മെനു, ഭക്ഷണം കൃത്യതയോടെ ലഭിക്കുന്ന, ചോർന്നൊലിക്കാത്ത കെട്ടിടങ്ങൾ, നല്ല പുസ്തകങ്ങൾ, നല്ല അധ്യാപകർ, ഗുണനിലവാരമുള്ള അക്കാഡമിക് കലണ്ടറും അതുപോലെ സംവിധാനങ്ങളും കൊണ്ട് രാജ്യത്തിന്റെ പൊതുവിദ്യാലയത്തെ നാം മാറ്റിയെടുത്തു. അതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നാം മനസ്സിലാക്കേണ്ടത്.